അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി ചങ്ങായിമാർ, എല്ലാവർക്കും സുഖമല്ലേ? പശ്ചിമേഷ്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളുടെ നിസ്കാരത്തിലും അതിന് ശേഷവും ദുആല് ഉൾപ്പെടുന്ന സമയത്തെല്ലാം ദുആ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നുള്ളത് പ്രവാസികളാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് വലിയൊരു ആഘാതമായിരിക്കും. അത് ഞാൻ പറയാതെ തന്നെ അറിയാം. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കെല്ലാം പണ്ട് കുവൈത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ പിന്നെ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രമെല്ലാം കടന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് എത്താനായി. 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർക്കപ്പെടുമെന്നാണ് എല്ലാ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇറാൻ എന്തായാലും തകർക്കപ്പെടുമ്പോഴേക്ക് ഇറാൻ ഒരു കാരണവശാലും ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഇപ്പോഴുള്ള നിലപാട് വെച്ച് നമുക്ക് കാണുന്നുള്ളത്. ഇപ്പം തന്നെ അവർ എബ്രഹാം ലിങ്കത്തിനെ പോലും ഞങ്ങൾ വേണ്ടി വന്ന മുക്കിക്കളയും എന്നുള്ള രീതിയിലാണ് സമ്മറുകളെല്ലാം, പിന്നെ ഇറാൻ്റെ സമ്മറുകളെല്ലാം, മുങ്ങക്കപ്പലുകളെല്ലാം ഇത് എബ്രഹാം ലിങ്കൻ്റെ മായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇറാനും ഉള്ളത്. ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇറാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറാൻ ഇത് അമേരിക്കയുടെ എല്ലാ ബേസുകളിലേക്കും ആക്രമിക്കും. അതായത് ഖത്തർ, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ എല്ലാ സ്ഥലത്തും ആക്രമിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പ്രവാസികളുടെ കാര്യം എന്താണെന്നുള്ള അറിയാലോ. അതുകൊണ്ട് മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകി പോകട്ടെ എന്ന് പടച്ചവനോട് എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. നമ്മ വിചാരിക്കും ഇതിപ്പോൾ ഇറാനിലല്ലേ നടക്കുന്നില്ല, നമുക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഓരോ പ്രവാസിയുടെയും വീട്ടിലേക്ക് ഇതിൻ്റെ ആഘാതം എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണം. ആരുടെ ദുആണ് പഠിച്ചോ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി ചങ്ങായിമാർ, എല്ലാവർക്കും സുഖമല്ലേ? പശ്ചിമേഷ്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളുടെ നിസ്കാരത്തിലും അതിന് ശേഷവും ദുആല് ഉൾപ്പെടുന്ന സമയത്തെല്ലാം ദുആ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നുള്ളത് പ്രവാസികളാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് വലിയൊരു ആഘാതമായിരിക്കും. അത് ഞാൻ പറയാതെ തന്നെ അറിയാം. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കെല്ലാം പണ്ട് കുവൈത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ പിന്നെ ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രമെല്ലാം കടന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് എത്താനായി. 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർക്കപ്പെടുമെന്നാണ് എല്ലാ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇറാൻ എന്തായാലും തകർക്കപ്പെടുമ്പോഴേക്ക് ഇറാൻ ഒരു കാരണവശാലും ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഇപ്പോഴുള്ള നിലപാട് വെച്ച് നമുക്ക് കാണുന്നുള്ളത്. ഇപ്പം തന്നെ അവർ എബ്രഹാം ലിങ്കത്തിനെ പോലും ഞങ്ങൾ വേണ്ടി വന്ന മുക്കിക്കളയും എന്നുള്ള രീതിയിലാണ് സമ്മറുകളെല്ലാം, പിന്നെ ഇറാൻ്റെ സമ്മറുകളെല്ലാം, മുങ്ങക്കപ്പലുകളെല്ലാം ഇത് എബ്രഹാം ലിങ്കൻ്റെ മായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇറാനും ഉള്ളത്. ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇറാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറാൻ ഇത് അമേരിക്കയുടെ എല്ലാ ബേസുകളിലേക്കും ആക്രമിക്കും. അതായത് ഖത്തർ, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ എല്ലാ സ്ഥലത്തും ആക്രമിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പ്രവാസികളുടെ കാര്യം എന്താണെന്നുള്ള അറിയാലോ. അതുകൊണ്ട് മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകി പോകട്ടെ എന്ന് പടച്ചവനോട് എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. നമ്മ വിചാരിക്കും ഇതിപ്പോൾ ഇറാനിലല്ലേ നടക്കുന്നില്ല, നമുക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഓരോ പ്രവാസിയുടെയും വീട്ടിലേക്ക് ഇതിൻ്റെ ആഘാതം എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണം. ആരുടെ ദുആണ് പഠിച്ചോ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും.